2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ. 2023 പാസാക്കിയ വനിതാ സംവരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 33% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്നത്. എങ്ങനെ വേണം വിലയിരുത്താൻ? വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. ഡീലിമിറ്റേഷനും അതുപോലെ സെൻസസും വേഗത്തിലാകുന്നതോടൊപ്പം മണ്ഡല പുനഃക്രമീകരണ കാര്യത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുണ്ട് ഈ സംബന്ധിച്ച ഡാറ്റ കളക്ട് ചെയ്യാനും ഇതനുസരിച്ച് മണ്ഡല പുനഃക്രമീകരണം നടത്തുവാനുമുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2029 മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിന് മുമ്പേ തന്നെ 33% 1/3 മണ്ഡലങ്ങളിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി, 2029 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള നിർണായകമായ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശരത് ലാൽ, ഡൽഹിയിൽ നിന്ന്.